ആരെയും വേദനിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ നിങ്ങളെ ഞാൻ വേദനിപ്പിക്കും. കാരണം എൻ്റെ അമ്മയുടെ നിലവിളി എൻ്റെ കാതുകളിൽ മുഴങ്ങുക. ഇതെന്റെ അമ്മയുടെ വളകളല്ലേ? ഇതെങ്ങനെ നിങ്ങളുടെ കയ്യിൽ വന്നു? ഇത് ഇവിടുത്തെ അമ്മയുടെ വളകളാ, പരമ്പരാഗത വളകൾ. ഇത് അമ്മ എനിക്ക് ഇടാൻ വേണ്ടി തന്നതാ. ദേ, നിങ്ങൾ കള്ളം പറയുന്നു, പച്ച കള്ളം. ഇതുപോലുള്ള വളകള് ഞാൻ എന്റെ അമ്മയുടെ ഫോട്ടോ കണ്ടതാ. ഇതെന്റെ വളകളാ. അല്ല, ഇതെന്റെ അമ്മയുടെ വളകളാ. എനിക്കിപ്പോ കാര്യം മനസ്സിലായി. ഇതെന്റെ അച്ഛൻ കൊണ്ടുവന്ന് നിങ്ങൾക്ക് തന്നതല്ലേ? അല്ലേ? അല്ല മീനാക്ഷി, അല്ല. ആണ്, സ്ത്രീയെ ആണ്. ഈ വളകൾ എന്റെ അമ്മയുടെയാ. എനിക്ക് അവകാശപ്പെട്ടതാ. മര്യാദയ്ക്ക് ഇങ്ങ് തിരിച്ചു തന്നെ. അതാ നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത്. ഇല്ല മീനാക്ഷി, ഇതെനിക്ക് അമ്മ തന്നതാ. ഇത് ഞാൻ നിനക്ക് തന്ന അമ്മയോട് എനിക്ക് ഉത്തരം പറയേണ്ടി വരും. നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. എനിക്ക് എന്റെ അമ്മയുടെ വളകൾ വേണം, എന്റെ അമ്മയുടെ ഓർമ്മയ്ക്ക്. മീനാക്ഷി, ഇവിടെ കൊണ്ടുപോവാ വളകള്. എന്റെ അമ്മയുടെ വളകൾ കട്ടുമൂട്ടിച്ചിട്ടിരിക്കുന്നു. ഇങ്ങെടുക്കും. മീനാക്ഷി, മീനാക്ഷി വിടുകുട്ടി. എന്താ ഇത് കുട്ടി? എന്റെ അമ്മയുടെ ആഭരണങ്ങൾ ഇതുപോലെ എന്തെല്ലാം അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് ദൈവത്തിനറിയാം. മീനാക്ഷി, ഞാൻ ഇറങ്ങു വെളിയില്. മോളെ, നിങ്ങൾ പറയുന്ന ഒന്നും എനിക്ക് കേക്കണ്ട. ഇറങ്ങി പോവാനാ പറഞ്ഞേ. മീനാക്ഷി, ഞാൻ പറയുന്നത് പോ. മീനാക്ഷി, പോ. മീനാക്ഷി. ഞാൻ കുറെ നേരമായിട്ട് മൈഥിലിയെ ശ്രദ്ധിക്കുന്നു. എന്താ ഇത്ര സൈലന്റ് ആയിട്ട് നിൽക്കുന്നത്? പിന്നെ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ കയറി ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യമുണ്ടോ? അതല്ല ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ചത്. പൂജാ ചടങ്ങുകൾ തടസ്സപ്പെട്ടതിൽ തനിക്ക് വിഷമം വല്ലതുണ്ടോ? എനിക്ക് ഒരു വിഷമവും ഇല്ല. ഞാൻ ആലോചിച്ചത് ആ പെൺകുട്ടിയുടെ സങ്കടത്തെ പറ്റിയാ. ആരുമില്ലാത്ത അവളെ എല്ലാവരും കൂടെ ഇത്രയേറെ ക്രൂശിക്കേണ്ട കാര്യമൊന്നുമില്ല. കറക്റ്റ്. ദേ, ഈ വികാരത്തിന്റെ പേരാണ് മനസ്സലിവെന്ന്. പൊതുവെ മനുഷ്യർക്കില്ലാതെ പോകുന്നതും ഇത് തന്നെയാ. ആ, ഇന്നത്തെ ദിവസം എന്റെ പ്രിയപ്പെട്ടവൾക്ക് തരാൻ ഞാനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. കാണിക്കാം. എന്താ ഇത്? ആ, തുറന്നു നോക്ക്. ഐ എം സോറി കാർത്തിക്. നിങ്ങൾ വളരെ നല്ലവനാ. നിങ്ങൾ എത്രയൊക്കെ എന്നെ സ്നേഹിച്ചാലും എനിക്ക് നിങ്ങളെ അങ്ങനെ സ്നേഹിക്കാൻ കഴിയില്ല. എനിക്ക് വൈശാഖിനെ മാത്രമേ സ്നേഹിക്കാൻ കഴിയൂ. ഓരോ നിമിഷം കഴിയുന്തോറും നിന്നോടുള്ള എന്റെ പ്രണയം കൂടുകയാണ്.
ചെമ്പകമംഗലത്തെ മരുമകളിടുന്ന വളകളായത്. അത് ഊരി തന്നേക്ക്. അമ്മേ, കരയല്ലേ അമ്മേ. അമ്മ ഇങ്ങനെ കരഞ്ഞ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അമ്മ കരയരുത്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോനെ. ജീവിതം മുഴുവൻ ഈ തീരാവേദന. അമ്മേ, വിഷമിക്കാതമ്മേ. മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി അമ്മ അനുഭവിക്കുന്ന ഈ ധർമ്മസങ്കടങ്ങൾ എനിക്കറിയാം. എനിക്കത് മനസ്സിലാവും. പക്ഷെ ചില കാര്യങ്ങൾ ഇവിടെ തുറന്നു പറയാൻ പറ്റില്ലല്ലോ. അമ്മേ, കരയല്ലേ അമ്മേ, കരയല്ലേ. ഓ, കരഞ്ഞു കാണിച്ച് അവൾ അവനെ കയ്യിലെടുത്തു. മോളെ, വിഷമിക്കാതെ. നിന്റെ തലവരെ ഇങ്ങനെയാക്കിയ മാറ്റിയതിന് എനിക്ക് ദൈവത്തോട് പോലും ദേഷ്യം തോന്നുകയാണ്. കരയാതെ മോളെ. നന്ദിനി, ആ നശിച്ച പെണ്ണ് കാണിച്ച തെറ്റിന് നീ കുറ്റക്കാരിയല്ലെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ആ സമയത്ത് നിന്നെ അല്ലാതെ മറ്റാരെയും കുറ്റം പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതിന് നീ ഇങ്ങനെ സ്വയം ശിക്ഷിക്കേണ്ട കാര്യമില്ല. വഴക്ക് പറഞ്ഞത് മറ്റാരുമല്ലല്ലോ, മറ്റാരേക്കാളും തന്നെ സ്നേഹിക്കുന്ന ഈ അച്ഛനും അമ്മയും കൂടിയല്ലേ. അതങ്ങ് മറന്നേക്ക് മോളെ. മോളെ, ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗീഹൃധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. എന്റെ മോള് നന്ദിനെ കാണുമ്പോ ശരിക്കും ലക്ഷ്മി ദേവിയാണെന്ന് തോന്നും. പുകഴ്ത്ത് കാണാൻ തോന്നുന്നുണ്ട മോളെ. ശരിക്കും അഭിമാനത്തോടെ തന്നെ പറയുക, നീ ഈ വീടിന്റെ മഹാലക്ഷ്മി തന്നെയാ. ഈ ചെമ്പകമംഗലത്തിന്റെ മുകളിൽ വന്ന് സപ്തമാതാക്കളും തന്നെ അനുഗ്രഹിക്കും. എന്റെ പൊന്നുമകൾക്ക് അച്ഛന്റെ വിവാഹ വാർഷിക മംഗളാശംസകൾ. അമ്മയുടെ ആശംസകൾ. ആ മോനെ കാർത്തി, എന്റെ പൊന്നിന് അമ്മ ചന്ദനം ചാർത്തി തരാലോ. ഏട്ടനും നന്ദിനിക്കും എന്റെയും സാവിത്രിയുടെയും വിവാഹ മംഗളാശംസകൾ. താങ്ക് യു. മക്കളാണെങ്കിലും തുറന്നു പറയേണ്ട കാര്യം പറഞ്ഞല്ലേ പറ്റൂ. അതല്ലേ എന്റെ ശരി. അല്ലേ രാമഭദ്ര? എന്താച്ചാ? എന്നെ മുത്തശ്ശാന്നും ഇവളെ മുത്തശ്ശിന്നും വിളിക്കാൻ ഒരാൾ കൂടി ചെമ്പകമംഗലത്തേക്ക് വരേണ്ടതുണ്ട്. ആ ആവശ്യം ന്യായമാണ്. കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞു. ഇനി താമസം പാടില്ല.
അല്ല കൈമളേട്ടാ, വിവാഹ വാർഷിക സമ്മാനം കൊടുക്കണ്ടേ? പിന്നെ ആ കൊടുക്കണം. എക്സ്ക്യൂസ് മീ. Shall I come there? ആ, വെഡിങ് ആനിവേഴ്സറി അല്ലേ, നമുക്ക് കുറച്ച് അടിപൊളി ഫോട്ടോസ് അങ്ങ് എടുത്തേക്കാം. ആ, രണ്ടുപേരും ഒന്ന് അടുത്തുന്നേ. അടുത്ത് നിക്കുന്നേ. ഓ, അടുത്തോട്ടങ്ങ് നിക്ക്. ആ, ഒന്ന് ചിരിച്ചേ. അതെ, ഒന്ന് ചിരിച്ചേ. ഹാ, ഒന്ന് ചിരിക്കാമോ രണ്ടുപേരും? എന്റെ ജയറാമേട്ടാ, ജയറാമേട്ടന്റെ ആ പ്രത്യേക സ്റ്റൈലുള്ളൊരു ചിരിയില്ലേ, ആ ചിരി ഒന്ന് ചിരിച്ചേ. ആ അതെ, ആ. ഞങ്ങളൊന്ന് കൊടുത്തോട്ടെ, എന്നിട്ട് ആ ഫോട്ടോ എടുക്കലൊക്കെ. ആ, മോനെ ജയറാമേ, ദാ ഇത് നീ പിടിച്ചോ, നിങ്ങൾക്കുള്ള സമ്മാനം. രണ്ടുപേരും കൂടെ വാങ്ങിക്കേ. എന്തിനാ നമ്മുടെ ജീവിതത്തിലേക്ക് മാധുര്യെ വിളിച്ച് കയറ്റിയത്? ആരംഭിക്കാം. അച്ഛനും അമ്മയ്ക്കും ആമുഖമായിട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? എന്തു പറയാൻ? കൈമളിയേട്ടാ, രണ്ടു വാക്ക് സംസാരിക്കേ. നമ്മുടെ മൂത്ത മോന്റെ അവന്റെ ഭാര്യയുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ? സംസാരിക്കണം സംസാരിക്കണം. ഇതൊക്കെ റെക്കോർഡാ, ഫോട്ടോ എടുക്കാനുള്ളതാ. ആ, ശ്ശേ, ഈ ആംഗിളിൽ ലൈറ്റ് പോരാ. ചെമ്പകമംഗലത്ത് ഇന്നൊരു ചെറിയ ഉത്സവ ദിവസമാണ്. കാരണം ജയറാമന്റെയും നന്ദനയുടെയും വിവാഹ വാർഷികം. ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളുടെ ഹൃദയത്തെ തൊട്ട വിവാഹ വാർഷിക മംഗളാശംസകൾ. കാണിക്കുന്നേ എന്തോന്ന് ഇത്? എന്തോന്ന് ഒരു മര്യാദയില്ലാതെ. ഇങ്ങോട്ട് നിക്ക്. കൈമളിയേട്ടാ, ഇവളെന്തായി കാണിക്കുന്നേ? യോസഫുലോ ആ ആ, മാറിക്കേ. ഒരു സിംഗിൾ ഫോട്ടോ. ദേ, ഈ പെണ്ണിന് നെകളിപ്പത്തിരി കൂടുതലാ. അതൊക്കെ ഒതുക്കമില്ലാത്ത വർഗം. ദേ, എന്റെ നാത്തും പെണ്ണില്ലേ, ഇവളോടൊന്ന് മര്യാദയ്ക്ക് പെരുമാറാൻ പറയണം. എന്താ എന്താ നിന്റെ അമ്മ ചെവി പറഞ്ഞത്? നിങ്ങളുടെ കൊച്ചു പെങ്ങളില്ലേ മാലിനി, അവളോടൊന്ന് മര്യാദയ്ക്ക് പെരുമാറണമെന്നാ അമ്മ പറഞ്ഞത്. അവിടെ കൊച്ചുകുട്ടിയല്ലേ സാവിത്രി, വിട്ടുകളാ. ഇവളുടെ ഈ മരങ്കേറി സ്വഭാവം കൊണ്ടാ ജഗദീഷുമായിട്ടുള്ള കല്യാണത്തിന് അമ്മ എതിർത്തത്. നിക്ക് നിക്ക്. നീ ഇപ്പൊ ഒന്നും പറയാൻ നിൽക്കണ്ട. ചേർന്ന് നിക്കിങ്ങോട്ട്. എന്ത് പാടിയത്? ആ, ഇനി നമുക്ക് കേക്ക് മുറിക്കാം. ആ, പിന്നെന്താ താമസം? അതല്ലേ പ്രധാന ഐറ്റം. മോനെ, നിങ്ങൾ മുറിക്കേ.
നിക്ക്, ഞാൻ കൊടുക്കാം. ഛേ, എന്താ ഈ കൂട്ടി കാണിക്കുന്നേ? ഹാപ്പി ആനിവേഴ്സറി. എന്ത് തോന്നിയവാസം നീ കാണിച്ചത്? ഇങ്ങനെയാണോ ഒരു വീട്ടിൽ പെരുമാറുന്നത്? പ്രായമായ ഒരു പെൺകുട്ടിക്ക് ചേർന്ന പണിയാണോ നീ കാണിച്ചത്? ഏത് ചടങ്ങാണെങ്കിലും അതൊരാചാരമാണ്. അതിന് അതിൻ്റെതായ അന്തസ് പാലിക്കണം. ഇതിനാണ് തറവാട്ടി ജനിക്കണമെന്നും ചൊല്ലു വിളിയോടെ വളരണമെന്നും പറയുന്നത്. ആ, അതെ, കരയാനും മാത്രമൊന്നും അമ്മ പറഞ്ഞിട്ടില്ല. ഞങ്ങളെങ്ങാനും ആയിരുന്നെങ്കിലേ ഇവിടെ കാണായിരുന്നു പൂരം. നീ ഒന്നും മിണ്ടാതിരേ. അച്ഛാ, അമ്മേ, ക്ഷമിച്ചുകള. ഇവൾ അറിയാതെ ചെയ്തതല്ലേ. ആ, ഞാനതൊക്കെ ക്ഷമിച്ചു. എന്റെ മക്കളോട് പറയുന്ന പോലെ പറഞ്ഞതാ. പോട്ടെ. മോനെ കാർത്തി, വാ. ചെല്ല്. ഹായ്, കൊള്ളാലോ. ഇതൊക്കെ എനിക്ക് ഇട്ട് നോക്കാൻ തരുമോ? ഇതൊക്കെ പരമ്പരാഗതമായ സ്വർണ്ണാഭരണങ്ങളാ. എന്തോന്നാ ഇത്? ഞാനിത് പറയാനാ. കുടുംബത്തിലേക്ക് വരുന്ന മൂത്ത മരുമകൾക്ക് അണിയാനുള്ളതാ ഇതൊക്കെ. മോനെ ജയറാം, വാ, ഇതെല്ലാം നിന്റെ ഭാര്യ അണിയിക്ക്. ഇതാ മോനെ. ദീർഘസുമംഗലീ ഭവ. എന്താ ജയറാമേട്ട നമുക്ക് കുട്ടികളുണ്ടാവാത്തത്? ഡോക്ടർമാര് പറഞ്ഞത് നിനക്കറിയില്ലേ, ഈ ജന്മത്തിൽ നമുക്ക് കുട്ടികളുണ്ടാവില്ല. മോളെ, ഞാനും നീയും പരസ്പരം നമുക്ക് മക്കളാണ്. നീ എൻ്റെ മകള്, ഞാൻ നിന്റെ മകൻ. നീ കളഭമാടുന്ന നേരം ആ പരിമളം മന്ദമെൻ ഹൃദയം തഴുകി അഴകേ. സമയമേ നീ ഒഴുകി നീങ്ങാതിവിടെ മതിവരെ നിന്നു തരൂ. ദേവി, എന്തിനാ ദേവി നീ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? നമുക്കിടയിൽ ഒരു പ്രശ്നവുമില്ലല്ലോ. ദീർഘസുമംഗലി ഭവ എന്ന് പറഞ്ഞു ജേട്ടൻ എന്നെ അനുഗ്രഹിച്ചു. നമുക്ക് നല്ല മക്കളുണ്ടാവട്ടെ എന്ന് മാത്രം ജേട്ടൻ പറഞ്ഞില്ല. അങ്ങനെ പറയാൻ നാം തയ്യാറായില്ലല്ലേ? ഏയ്, എന്താ ദേവി ഇത്? സങ്കടങ്ങൾ തേടി പിടിക്കുന്നത് നിന്റെ ഒരു ശീലമാണോ, അതോ സ്വഭാവമാണോ? ഇതൊക്കെ സങ്കടങ്ങളല്ലേ ചേട്ടാ? ഒരിക്കലും വിത്ത് കിളിർക്കാത്ത പാഴ്മണ്ണാണ് എന്റെ ഗർഭപാത്രം എന്ന്
ഡോക്ടർമാര് വരെ ഉറപ്പിച്ചു. പിന്നെങ്ങനെ ജേട്ടനത് പറയൂല്ലേ? ഇതിലെന്ത് ഇത്ര അസ്വസ്ഥതപ്പെടാൻ? ഇതായിരിക്കും നമ്മുടെ വിധിയെന്ന് കരുതി സമാധാനിക്കുക. ദേവി, നമുക്ക് ഈ ജന്മം കുട്ടികളുണ്ടാവില്ല. എല്ലാ ഡോക്ടർമാരും അത് പറഞ്ഞു കഴിഞ്ഞതാ. ദേ, കുട്ടികളില്ലാത്ത, കുട്ടികൾ ഉണ്ടാകാത്ത എത്രയോ ദമ്പതിമാർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു. ഇതിലൊന്നും അങ്ങനെ വിഷമിച്ചിട്ട് കാര്യമില്ല. താ നോക്ക്, കരയും കടലും പോലെ നമുക്ക് ജീവിക്കാം. എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രം.